ലീഗിന് സീറ്റ് നൽകിയതിനെ ചൊല്ലി പുനലൂരിലെ UDF-ൽ ഭിന്നത തുടരുന്നു. ലീഗിനെതിരെ മത്സരിക്കാൻ ഉറച്ച് കോൺഗ്രസ് നേതാവ് സഞ്ജയ് ഖാൻ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, നമുക്കറിയാം പുനലൂരിൽ ശരിക്കും പുലിവാല് പിടിച്ചിരിക്കുകയാണ് UDF. മുൻപൊരു വിമത സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. പക്ഷേ നേതൃത്വം ഇടപെട്ട് ആ ഒരു വിമത നീക്കം പിൻവലിച്ചപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു വിമതനെ അല്ലെങ്കിൽ ഒരു DC സെക്രട്ടറി തന്നെ ഇപ്പോൾ മത്സരിക്കുമെന്നൊരു സാഹചര്യമാണ് മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം പുനലൂർ എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലെ ഏക ലീഗിൻ്റെ സീറ്റാണ്. ആ ലീഗിൻ്റെ സീറ്റിൽ കഴിഞ്ഞ 2 തവണയും ലീഗ് ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. അതിനെ ചൊല്ലി ആ സീറ്റ് തിരിച്ചു പിടിക്കണം, കോൺഗ്രസ് തന്നെ മത്സരിക്കണം എന്ന ഒരു ആവശ്യം പാർട്ടിയിൽ ശക്തമായിരുന്നു. പക്ഷേ എന്നാലും 3-ാം തവണയും ലീഗിന് തന്നെ ഈ സീറ്റ് നൽകിയതിൽ പ്രതിഷേധം ശക്തമാണ്. അത് തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിൽക്കുമെന്ന കോൺഗ്രസ് നേതാവിൻ്റെ പ്രസ്താവനയ്ക്ക് ഒരു കാരണമാകുന്നത്, അല്ലേ മനോജ്? അമൽ, ഈ പുനലൂർ സീറ്റിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ തർക്കങ്ങൾ രൂക്ഷമായിരുന്നു. അതായത് വീണ്ടും ലീഗിന് തന്നെ സീറ്റ് നൽകുകയാണെങ്കിൽ പ്രാദേശിക നേതൃത്വം സഹകരിക്കില്ല എന്നുള്ള കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി വിമത സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. അതായത് DCC ട്രഷററായിട്ടുള്ള നെൽസൺ സെബാസ്റ്റ്യനെ സ്ഥാനാർത്ഥിയായി ഈ സംയുക്ത ബ്ലോക്ക് കമ്മിറ്റി യോഗങ്ങൾ ചേർന്ന് തീരുമാനിക്കുന്നു. സ്ഥാനാർത്ഥിയുടെ പ്രചരണം ആരംഭിക്കുവാൻ പോകുകയാണെന്നൊക്കെ അറിയിച്ചു. അങ്ങനെ UDF-ലാകെ തന്നെ ഈ ഭിന്നത രൂക്ഷമായിരുന്നു. അതിനു മുമ്പേയായി തന്നെ ലീഗ് നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. നൌഷാദ് യൂനിസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം ഈ ഒരു തർക്കം അങ്ങനെ തുടർന്നു വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട ഈ തർക്കത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയത്. പ്രാദേശിക നേതാക്കളോട് പറയുകയാണ് അത് കോൺഗ്രസ് അവിടെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും തുടർന്ന് ലീഗിനെ വിജയിപ്പിക്കണമെന്നൊക്കെ പറയുമ്പോഴും ഈ വിമത ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നുള്ള ഒരു ആവശ്യവും ഉയർന്നു വന്നു. KC വേണുഗോപാൽ അടക്കമുള്ള, സണ്ണി ജോസഫ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇടപെട്ടു. കത്തിലൂടെ ഈ പ്രാദേശിക നേതാക്കൾക്ക് ഇത്തരത്തിൽ നിർദ്ദേശം നൽകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിലാണ് പിന്നീടൊരു തർക്കമുണ്ടാകുന്നത്. ഇത്തരത്തിൽ DCC സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജയ് ഖാൻ ആ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ വെച്ച് തന്നെ പരസ്യമായി സഞ്ജയ് ഖാൻ പറയുകയാണ് ഈ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ പുനലൂരിൽ ഇനി കോൺഗ്രസ് ഉണ്ടാവില്ല എന്നുള്ളത്. അത്തരത്തിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ ഇനി തങ്ങൾ പിന്തുണയ്ക്കില്ല എന്നുള്ളതും ഈ DCC സെക്രട്ടറി പറയുന്നു. അതിനൊപ്പം തന്നെ അവിടെ അനുനയ നീക്കമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ വിലപ്പോയില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. എന്തായാലും ഈ പ്രാദേശിക നേതാക്കളടക്കം ഈ സഞ്ജയ് ഖാനോടൊപ്പം ചേർന്നു എന്നുള്ളതാണ്. എന്തായാലും സഞ്ജയ് ഖാൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇത് UDF-നുള്ളിൽ വലിയ തിരിച്ചടി തന്നെയാവും. കാരണം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിൻ്റെ DCC സെക്രട്ടറി തന്നെ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അത്രയധികം രാഷ്ട്രീയപരമായി പുനലൂരിൽ ലീഗിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നതിൽ മാറ്റമില്ല. ലീഗ് തിരിച്ചടി നേരിട്ടാൽ സ്വാഭാവികമായും UDF-നാണ് തകർച്ച എന്നുള്ളത്. എന്തായാലും ആ തകർച്ചയ്ക്ക് കാരണമാകുന്നത് കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും DCC സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജയ് ഖാനാണ് ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ കുറിച്ചിരിക്കുന്നത്. അതായത് ഇനിയും കോൺഗ്രസ് അവിടെ ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയേ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യമാണ്. അതായത് ലീഗിന് അടിയറവ് വച്ചിരിക്കുകയാണ് പുനലൂർ എന്നുള്ള ഒരു ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. അത്തരത്തിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് നിരന്തരമായി ഈ സീറ്റ് കൊടുക്കുന്നതിൽ വലിയ എതിർപ്പ് വരുന്നുണ്ട്. പ്രാദേശികമായി പ്രവർത്തിക്കുന്ന നിരവധി കോൺഗ്രസ് നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്. അവരൊക്കെ തന്നെ അവരൊഴുക്കിയ വിയർപ്പിൻ്റെ ഒന്നും ഗുണം ആ നാടിന് ഇല്ലാതെ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ഈ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വത്തിനൊന്നും അത് പറ്റുന്നില്ല എന്നുള്ള കാര്യം അവർ പരാതിയായി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം UDF ഇത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ അത് മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് അവിടേക്ക് നിർത്തുമ്പോൾ, അല്ലെങ്കിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയേക്ക് അവിടെ കൊണ്ട് നിർത്തുമ്പോൾ ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് വലിയ വിഷമമാണ് എന്നുള്ള കാര്യം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സഞ്ജയ് ഖാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. ഇതിനിടയിലും അന്വയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. വ്യക്തമാണ്. പുനലൂർ മണ്ഡലത്തിലും മുസ്ലിം ലീഗിന് കോൺഗ്രസ് പൂർണ്ണമായും അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. അതിന് പ്രതിഷേധവുമായി DCC സെക്രട്ടറി തന്നെ ലീഗിനെതിരെ മത്സരിക്കാൻ ഇറങ്ങുകയാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന വിവരമാണ് മനോജ് കൊല്ലത്തു നിന്നും പങ്കുവച്ചത്.